Hello dear students. നമുക്ക് 2024 JEE മെയിനിന് ചോദിച്ചേക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ക്വിക്കായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ലെറ്റ് ആർ ആൻഡ് തീറ്റ ബി ദ മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ആർഗ്യുമെന്റ് തന്നെയാണ്. തത്വത്തിൽ അത് രണ്ടും ഒന്നല്ല. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്ന സംഭവമാണ് ആംപ്ലിറ്റ്യൂഡ്. ആർഗ്യുമെന്റ് അതിന്റെ ജനറൽ ആണ്. അതായത് ഒരു ആർഗ്യുമെന്റ് തീറ്റ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് തീറ്റ ആണെങ്കിൽ തീറ്റ പ്ലസ് 2k പൈ ആണ് ആർഗ്യുമെന്റ്. അപ്പോൾ ആർഗ്യുമെന്റ് ആംപ്ലിറ്റ്യൂഡ് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ NCERT പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്ന് പഠിക്കുന്നതാണ് ഈ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓഫ് എ കോംപ്ലക്സ് നമ്പർ z is equal to 2 minus I into 2 tan 5 pi by 8 then r and theta is equal to. അതായത് ക്വസ്റ്റ്യൻ വളച്ചു തിരിച്ച് പറയുന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസും ആർഗ്യുമെന്റും കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ യൂഷ്വലി സോൾവ് ചെയ്യുമ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ a plus ib നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതിപ്പോൾ a plus ib തന്നെയാണ്. ഇറ്റ്സ് റിയൽ പാർട്ട് a is 2 ആൻഡ് ഇമാജിനറി പാർട്ട് b is 2 tan 5 pi by 8. അപ്പോൾ അതിന്റെ a plus ib എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കുന്നതിന് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് y ബൈ എക്സ്. അത് കഴിഞ്ഞ് നമ്മൾ ആൽഫ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് ഏത് ക്വാഡ്രന്റിലാണ് എന്ന് ചെക്ക് ചെയ്യും. ആ ക്വാഡ്രന്റ് അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു ആൽഫ, സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു 5 മൈനസ് ആൽഫ, തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ആൽഫ മൈനസ് 5, ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു മൈനസ് ആൽഫ. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കും. ഇതാണ് ഇതിന്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ ഇതെങ്ങനെ നമുക്ക് വളരെ ക്വിക്കായിട്ട് ടൈം സേവ് ചെയ്തുകൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഈ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ടാൻ 5 പൈ ബൈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ അത് 2 മൈനസ് 2 സൈൻ 5 പൈ ബൈ 8 ഡിവൈഡഡ് ബൈ കോസ് 5 പൈ ബൈ 8 എന്നെടുക്കാം. ഇവിടെ നിന്നൊരു 2 നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാം. അതേപോലെ കോസ് 5 പൈ ബൈ 8 പുറത്തേക്ക് എടുക്കാം. 1 ബൈ കോസ് എന്ന് പറയുന്നത് സീക്കാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 1 ബൈ കോസ് 5 പൈ ബൈ 8 പുറത്തേക്ക് എടുക്കുമ്പോൾ സീക്ക് 5 പൈ ബൈ 8 പുറത്ത് കിട്ടും. ഈ 2 പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോസ് 5 പൈ ബൈ 8 കോസ് 5 പൈ ബൈ 8 എടുക്കുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ആണല്ലോ. ഇവിടെ 2 ആണ്. 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 1 ആവും. മൈനസ് I സൈൻ 5 പൈ ബൈ 8 ഇങ്ങനെ മാറ്റാം. അപ്പോൾ നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത് z is equal to r into cos theta plus I sin theta ആണ്. അങ്ങനെ വരുമ്പോൾ ഈ പുറത്ത് കിടക്കുന്ന സീക്ക് ഓഫ് 2 സീക്ക് ഓഫ് 5 പൈ ബൈ 8 ആണ് നമുക്ക് ഇതിന്റെ മോഡുലസ് എന്ന് തോന്നും. 2 സീക്ക് ഓഫ് 5 പൈ ബൈ 8 നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനിൽ കാണാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് ശരിയാണെന്ന് വിചാരിച്ചത് നമ്മൾ മാർക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് r into cos theta plus I sin theta എന്ന് എടുക്കുമ്പോൾ r must be greater than or equal to 0. The modulus can never be negative. ഇവിടെ നോക്കുമ്പോൾ ഈ 5 പൈ ബൈ 8 എന്ന് പറയുന്ന ആർഗ്യുമെന്റ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഈ ഒരു വാല്യൂ, ഒരു ആംഗിൾ 5 പൈ ബൈ 8 എന്ന് പറയുന്ന ആംഗിൾ എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്കറിയാം സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ സീക്ക് ഓഫ് കോഴ്സ് ഇവിടെ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു -2 മൾട്ടിപ്ലൈ ചെയ്യും. -2 സീക്ക് ഓഫ് 5 പൈ ബൈ 8. ഇതിന്റെ ഉള്ളിലും നമ്മൾ ഈ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ കോമ്പൻസേറ്റ് ചെയ്യണം. സോ മൈനസ് കോസ് ഓഫ് 5 പൈ ബൈ 8. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും. സോ പ്ലസ് I സൈൻ ഓഫ് 5 പൈ ബൈ 8 എന്ന് വരും. ഇനി നമുക്ക് ഈ ആർഗ്യുമെന്റിനെ ഒന്ന് മാറ്റാം. അതിനൊരു ഫോർമുല, ട്രിഗണോമെട്രിയിൽ നമുക്ക് റിഡക്ഷൻ ഫോർമുല ഉണ്ട്. സീക്ക് ഓഫ് മൈനസ് തീറ്റ അല്ലെങ്കിൽ സീക്ക് ഓഫ് പൈ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് സീക്ക് തീറ്റ. അത് തിരിച്ചു വായിച്ചാൽ മൈനസ് ഓഫ് സീക്ക് തീറ്റ ഇസ് ഈക്വൽ ടു സീക്ക് ഓഫ് പൈ മൈനസ് തീറ്റ. അപ്പൊ അങ്ങനെ വരുമ്പോൾ -2 സീക്ക് 5 പൈ ബൈ 8നെ സീക്ക് ഓഫ് പൈ മൈനസ് 5 പൈ ബൈ 8 ഇൻറ്റു മൈനസ് ഓഫ് കോസ് തീറ്റയും അങ്ങനെ തന്നെയാണ്. സീക്കിനും കോസിനും ഒക്കെ റിഡക്ഷൻ ഫോർമുല ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. സോ സീക്ക് ഓഫ് പൈ മൈനസ് തീറ്റ സീക്കല്ല കോസ്. കോസ് ഓഫ് പൈ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോസ് തീറ്റ. അപ്പൊ ഈ മൈനസ് ഓഫ് കോസ് തീറ്റക്ക് പകരം കോസ് ഓഫ് പൈ മൈനസ് 5 പൈ ബൈ 8 എന്ന് എടുക്കാം. സൈൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ ഓഫ് പൈ മൈനസ് 5 പൈ ബൈ 8 ഇതൊക്കെ ട്രിഗണോമെട്രിക് റിഡക്ഷൻ ഫോർമുലയാണ്. അത് എഴുതിയതിന്റെ റീസൺ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയാണ്. അതാണ് ഇതിന്റെ കാര്യം. സോ കോസ് ഓഫ് പൈ മൈനസ് തീറ്റ ഈസ് മൈനസ് ഓഫ് കോസ് തീറ്റ, ബട്ട് സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റ ഇറ്റ് സെൽഫ്. അവിടെ നെഗറ്റീവ് ഇല്ല. അതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാം. ഒരു ആംഗിളിന്, ഒരു അക്യൂട്ട് ആംഗിൾ നമ്മൾ പൈ മൈനസ് തീറ്റ ചെയ്യുന്ന സമയത്ത് അയാൾ സെക്കൻഡ് ക്വാഡ്രന്റിലേക്കാണ് വരിക. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, പക്ഷേ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ആംഗിൾസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മതി. 2 സീക്ക് ഓഫ്
പൈ മൈനസ് 5π/8 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3π/8 എന്ന് വരും. ബ്രാക്കറ്റിനകത്ത് കോസ് ഓഫ് പൈ മൈനസ് 5π/8 3π/8 തന്നെ പ്ലസ് ഐ സൈൻ ഓഫ് പൈ മൈനസ് 5π/8 3π/8. ഇങ്ങനെ നമുക്ക് റൂട്ട് ഓഫ് a² + b² ഫോർമുല ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് മോഡുലസ് കണ്ടുപിടിക്കാണ്ട്, അതുപോലെ തന്നെ ആർഗ്യുമെന്റ് ടാൻ ആൽഫ ഒക്കെ എടുത്ത് നമ്മൾ NCERT ടെക്നിക്കുകളൊന്നും ഇല്ലാണ്ട് നമുക്കിങ്ങനെ ഈ തന്ന കോംപ്ലക്സ് നമ്പറിനെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ട് ട്രിഗണോമെട്രിക് മാനിപ്പുലേഷൻ നടത്തി ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ മോഡുലസ് ആറിന്റെ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞല്ലോ z = r × cos θ + i sin θ. ഈ r ഇരിക്കുന്ന പൊസിഷനിൽ അവിടെ ഉള്ളത് 2 sec of 3π/8 ആണ്. അത് ആകെ ഒരു ഓപ്ഷനിലേ ഉള്ളൂ, അല്ല 2 ഓപ്ഷനിലുണ്ട്. ഇവിടെ 3π/8. ആർഗ്യുമെന്റ് ഇതിന്റെ ഉള്ളിൽ cos θ + i sin θയിൽ കാണുന്ന ഈ തീറ്റയാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് 5π/8 അല്ല, ഇവിടെ 3π/8 ആണ്. അപ്പോൾ രണ്ടും കൂടി വരുന്നത് ഓപ്ഷൻ എയിലാണ്. ഇങ്ങനെയാണ് ഇത് കുറച്ചൊന്ന് ട്രിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയാണെങ്കിൽ സോൾവ് ചെയ്യാം. ഇനി ഞാൻ പറയുന്നത് ഇത്ര പോലും ആവശ്യമില്ല, ഇത് അതിനേക്കാളൊക്കെ നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കോംപ്ലക്സ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ റിയൽ പാർട്ട് 2 ആണ്, അയാൾ പോസിറ്റീവ് ആണ്. ഈ 5π/8 എന്ന് പറയുന്ന ആംഗിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അതെന്ന് പറയുന്നത് π/2 + π/8 ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ നെഗറ്റീവ് ആണ്, ഇവിടെ ഒരു നെഗറ്റീവ് കൂടി വരുമ്പോൾ അത് പോസിറ്റീവ് ആവും. സോ ഇയാളുടെ റിയൽ പാർട്ട് പോസിറ്റീവ് ആണ്, ഇമാജിനറി പാർട്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ദിസ് കോംപ്ലക്സ് നമ്പർ ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ എല്ലാ കോംപ്ലക്സ് നമ്പറിന്റെയും മോഡുലസ് ഉറപ്പായിട്ടും പോസിറ്റീവ് ആവണം. ഈ 2 sec 5π/8 നെഗറ്റീവ് ആണ്, ഈ 2 sec 11π/8 ഇതും നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് രണ്ടും എനിവേ സിയും ഡിയും എനിവേ ആദ്യമേ തന്നെ ആൻസർ അല്ല എന്ന് പെട്ടെന്ന് തന്നെ പറയാം. ഇനി 2 sec 3π/8 ഇവിടെ ഓപ്ഷനിലുണ്ട്, അത് രണ്ടും മോഡുലസ് പോസിറ്റീവ് ആണ് എന്ന കണ്ടീഷനിൽ സാറ്റിസ്ഫൈഡ് ആവും. ഇനി ആർഗ്യുമെന്റ് നമ്മൾ പറഞ്ഞു ഇയാളുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇയാൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് എപ്പോഴും അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. 5π/8 ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അപ്പോൾ ഇതും ശരിയല്ല. ഇങ്ങനെയും നിങ്ങൾക്ക് ക്വിക്കായിട്ട് ഇത് സോൾവ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ഒന്ന് പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്താൽ മതി. മോഡുലസ് എല്ലായ്പ്പോഴും പോസിറ്റീവേ വരുള്ളൂ. അതേപോലെ തന്നെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പോസിറ്റീവ് ആയതുകൊണ്ട് കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് അക്യൂട്ട് ആയിരിക്കണം. ഇത് രണ്ടും ഒന്നിച്ച് വരുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓപ്ഷൻസിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.